അല്ലിക്കുട്ടൻ്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. ചേച്ചിമാർക്കൊക്കെ രാവിലെ ചോറൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഞാൻ ദേ അടുക്കളയിൽ ധൃതി വെച്ച് പണിയൊക്കെ ചെയ്യുക രാവിലെ. അല്ലിക്കുട്ടൻ അന്നേരം ദേ എൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കുവാണ്. ഞാൻ തേങ്ങ ചേരണ്ടുന്നിടത്ത് അവനെൻ്റെ മുഖത്തോട്ട് നോക്കിയിരുന്ന് ഏതാണ്ട് പറയുന്ന പോലെയാണ്. എൻ്റെ പൊന്ന്, ഞാൻ ചോദിക്കുക അവനോട് എന്നാടാ പൊന്നെ എന്നൊക്കെ ചോദിക്കുവാണ്. അവൻ എന്നിട്ട് എൻ്റെ മുഖത്തോട്ട് തന്നെ നോക്കിയിരിക്കുക. അവൻ തേങ്ങ വേണമെന്നും പറഞ്ഞ് വഴക്കൊന്നും ഉണ്ടാക്കത്തൊന്നുമില്ല കേട്ടോ. അവന് കൊടുത്തെങ്കിൽ മാത്രമേ അവൻ കഴിക്കുകയുള്ളൂ. അല്ലാതെ അവൻ പാത്രത്തിൽ നിന്ന് എടുക്കാനോ അവൻ വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയോ ഒന്നും ചെയ്യത്തില്ല. കാത്തു ചേച്ചി വീഡിയോ എടുക്കാനായിട്ട് വന്നേനാണേ. അവൻ കാത്തു ചേച്ചിക്കിട്ടും നോക്കിയിരിക്കുക. എൻ്റെ പൊന്ന് എപ്പോഴും അമ്മയ്ക്ക് കൂട്ടാണ് ഇങ്ങനെ. പിന്നെ ചേച്ചിമാരെല്ലാം സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതേ ഞാനും എൻ്റെ അല്ലിക്കുട്ടനും മാത്രമേ ഉള്ളൂ. അന്നേരം ദേ ഞാൻ ചുമ്മാ ഒന്ന് കിടക്കാമെന്നോർത്ത് കട്ടിലേലോട്ട് കയറിയപ്പോൾ ദേ അല്ലിക്കുട്ടനും എൻ്റെ കൂടെ കയറിയതാണ്. അപ്പോൾ അല്ലിക്കുട്ടൻ്റെ ഒച്ച കേട്ടപ്പോഴത്തേക്കിന് ദേ നമ്മുടെ പൂച്ചക്കുട്ടൻ ദേ അപ്പുറേ വന്നിരിപ്പുണ്ടേ. അവനാണ് അല്ലിക്കുട്ടനെ എപ്പോഴും കാണണം. അല്ലിക്കുട്ടനും അതുപോലെ തന്നെ അവനെ എപ്പോഴും കാണണം. നേരെ നോക്കിയെന്നാൽ കീരിയും പാമ്പും ആണെങ്കിലും അവരിങ്ങനെ കണ്ണി നോക്കിയിരിക്കാനാണെന്ന് തോന്നുന്നു അവർക്കിഷ്ടം. പിന്നത്തെ കുറേ കഴിഞ്ഞപ്പം നമ്മുടെ പൂച്ചക്കുട്ടൻ ദേ കരഞ്ഞുകൊണ്ട് വന്നു കേട്ടോ. അവന് വിശന്നിട്ടായിരുന്നെന്ന് തോന്നുന്നു. അന്നേരം പിന്നെ ഞാൻ അവന് കുറച്ച് ചോറ് എടുത്ത് കൊടുത്ത് അതേ അവൻ ദേ മിടുക്കനായിട്ട് ഇതെല്ലാമായിരുന്നു കഴിക്കുവാണ്. വൈകുന്നേരം ദേ ചേച്ചിമാർ സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്കിന് ദേ അല്ലിക്കുട്ടനുമായിട്ട് കുറച്ച് നേരം ദേ അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കിന് ദേ നമ്മുടെ പൂച്ചക്കുട്ടൻ ദേ ചേച്ചിമാരുടെ കൂടെ ഇരിക്കാനായിട്ടാണെന്ന് തോന്നുന്നത് അങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. ചേച്ചിമാരെ രണ്ടുപേരുടെ നടുക്കായിട്ടാണ് പൂച്ചക്കുട്ടൻ വന്നിരിക്കുന്നത്. അല്ലിക്കുട്ടനെ ഇങ്ങനെ കൊഞ്ചിക്കുന്നതൊക്കെ കാണുമ്പം പൂച്ചക്കുട്ടനും ഒന്ന് അവനെയും കൂടെ ഒന്ന് കൊഞ്ചിച്ചാൽ കൊള്ളാമെന്നൊക്കെ അവനും ഒരാഗ്രഹം കാണുമായിരിക്കും. അതാന്ന് തോന്നുന്നു അവൻ ദേ പമ്മി ചേച്ചിയുടെ അടുത്തോട്ട് വന്ന് നിൽക്കുക, പാറു ചേച്ചിയുടെ അടുത്തോട്ട്. പാറു ചേച്ചിയുടെ മുഖത്തോട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പാറു ചേച്ചിയുടെ അടുത്ത് വരുന്നതൊന്നും നമ്മുടെ അല്ലിക്കുട്ടന് അത്ര ഇഷ്ടപ്പെടുകയില്ല കേട്ടോ. അതാ അല്ലിക്കുട്ടൻ ദേ ചാടി ഇറങ്ങി. ചേച്ചി പറയുന്നുണ്ട്, എടാ വെറുതെ അവൻ്റെ നടി മേടിക്കണ്ട, നീ ഇവിടെ ചേച്ചിയുടെ മടിയിൽ ഇരുന്നോളാനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവൻ ദേ കിടന്ന് ചേച്ചിയുടെ മടിയിൽ കിടന്നുകൊണ്ട് പിടയ്ക്കുക. അവനതേ പൂച്ചക്കുട്ടനെ പേടിപ്പിക്കണം. അവൻ വെറുതെ ചെന്ന് പേടിപ്പിക്കും, അവൻ്റേത് നല്ല അടിയും മേടിക്കും. അങ്ങനെയാണ് സ്ഥിരം പരിപാടി ഇപ്പോൾ. ഇവനൊന്നും ചെയ്യുമൊന്നുമില്ല, ഇവൻ പാവാകട്ടെ. ഇവൻ ചുമ്മാ ഈ പേടിപ്പീര് മാത്രമേ ഉള്ളൂ. എൻ്റെ അല്ലിക്കുട്ടനായിട്ട് അവനാണ് കൊടുക്കാനായിട്ട് തുടങ്ങുന്നത്. ചേച്ചിയുടെ കാല് കാരണം എന്തേ പൂച്ചക്കുട്ടന് എന്തേ അവനെ കാണാൻ മേലെ അല്ലിക്കുട്ടനെ അവൻ ഒളിഞ്ഞു നോക്കുക. അവനാണെ ചേച്ചിയുടെ അടുത്ത് വന്നിരിക്കുന്നത് അല്ലിക്കുട്ടന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അല്ലിക്കുട്ടൻ അവിടെ ഇരുന്നിട്ട് എരിപ്പുറയ്ക്കുന്നില്ല. പിന്നെ അവൻ്റെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലും അവനെ പേടിപ്പിക്കാനായിട്ട്. പാറു ചേച്ചി പറയുക, എടാ അവനവിടെ മര്യാദയ്ക്ക് ഇരിക്കുമല്ലേ, നീ എന്തിനാ വെറുതെ ചെന്ന് അവനെ പേടിപ്പിക്കുന്നത്? അവനവിടെ ഇരുന്നിട്ട് പൊക്കോളും, നീ മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നത്തെ പാറു ചേച്ചിക്ക് നമ്മുടെ പൂച്ചക്കുട്ടനെ കൊഞ്ചിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ചേച്ചി അവൻ്റെ തലയിലൊക്കെ കയറി പിടിക്കുവാണ്. അത് അല്ലിക്കുട്ടന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അല്ലിക്കുട്ടൻ അന്നേരത്തേക്കിന് അവനെ പേടിപ്പിക്കാൻ ചെന്നപ്പോൾ ചേച്ചി പറഞ്ഞു, എന്നാ നിന്നെ തലോടാന്നും പറഞ്ഞുകൊണ്ട് ചേച്ചി അല്ലിക്കുട്ടനെ തലോടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അല്ലിക്കുട്ടൻ കിടക്കുന്നത് പോലെ നമ്മുടെ പൂച്ചക്കുട്ടൻ കിടക്കുക കേട്ടോ. അന്നേരം ചേച്ചി കൈകൊണ്ട് ചെന്നപ്പോൾ ചേച്ചിയുടെ കയ്യെ കയറി പിടിക്കുക. ചേച്ചിക്കിട്ട് അടി കൊടുക്കുന്നതാണോ അതോ ചേച്ചീനെ കയ്യെ പിടിക്കാൻ ചെല്ലുന്നതാണോ ഒന്നും അറിയത്തില്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയുടെ കയ്യെ കയറി പിടിക്കുന്നുണ്ട്. പാറു ചേച്ചിയാണെ പൂച്ചക്കുട്ടനെ കൊഞ്ചിച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം അല്ലിക്കുട്ടനെ കൊഞ്ചിക്കുമല്ലേ, അല്ലിക്കുട്ടന് സങ്കടം വരുമെന്ന് അവൾ പറയുന്നത്. എന്നാണേലും പൂച്ചക്കുട്ടൻ പാറു ചേച്ചീനെയും കാത്തു ചേച്ചീനെയൊക്കെ മയക്കി എടുത്ത് കേട്ടോ. ഇനിയിപ്പോൾ അവനിവിടുന്ന് പോകുമെന്ന് തോന്നുന്നില്ല. ചേച്ചി അവനെ കൊഞ്ചിക്കുന്നതൊന്നും അല്ലിക്കുട്ടന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. അല്ലിക്കുട്ടൻ അവനെ പേടിപ്പിച്ച് ഓടിച്ച്. അവൻ പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് അവൻ ഏതാണ്ട് സർക്കസൊക്കെ കാണിക്കുക കേട്ടോ. ചെടികളിലോട്ടെല്ലാം വലിഞ്ഞു കയറാനും ഒക്കെ തുടങ്ങുക. അവൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലിക്കുട്ടൻ അവനെ ചെന്ന് നോക്കുക, അവൻ എന്തിയേ പോയോന്നൊക്കെ. അവൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ അവൻ അല്ലിക്കുട്ടൻ അവൻ്റെ പുറകെ ചെന്ന് നോക്കും, അവൻ എവിടെയാണ് എന്നാടുക്കുവാന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ്. നാളത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ വരാം.